കുറെ നാളായി ഞാൻ വ്ളോഗൊക്കെ ചെയ്തിട്ട്, അപ്പൊ ഇന്നൊരു വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ചു. ഫിറ്റ്നസ് റിലേറ്റഡ് ഒന്നല്ല, എൻ്റെ വൈഫിന്റെ ബർത്ത്ഡേ ആണ്. സോ ചെറിയൊരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഒരു മാക് ബുക്ക് വാങ്ങിയിട്ടുണ്ട്, M4 ആണ്. അപ്പോ അതാണ് ഗിഫ്റ്റ്. രാവിലെ ഒന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് വിഷ് ചെയ്തു, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു, നോർമലുള്ള പോലെ. എല്ലാ പ്രാവശ്യം അങ്ങനെ വലിയ ഗിഫ്റ്റ് ഒന്നും വാങ്ങിക്കൊടുക്കാറില്ല. ഫസ്റ്റ് ടൈമാണ് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുന്നത്. എക്സ്പെൻസീവ് എന്നല്ല, അത് ആക്ച്വലി എന്താ, നമ്മളെ ലാപ്ടോപ്പൊക്കെ ചീത്തയായിട്ട് കുറെ നാളായി, കുറച്ച് വർഷമായി. അപ്പം നമ്മളെ ഡ്രീമാണ് ഈ ആപ്പിളിന്റെ മാക് ബുക്ക് ഉപയോഗിക്കണം എന്നുള്ളത്. സ്റ്റീവ് ജോബ്സിന്റെ ബുക്സും കാര്യങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്, അതുമല്ല ഭയങ്കര പെർഫോമൻസ് എന്നറിയാം. സോ അതുകൊണ്ടാണ് നമ്മൾ രണ്ടുപേരും ഡ്രീമാണ്, മാക് ബുക്ക് ഉപയോഗിക്കണം, ഐപാഡ് വാങ്ങണം, ഇങ്ങനെയുള്ള കാര്യം. അപ്പം നമുക്കൊരു സർപ്രൈസ് ആണ്. വാങ്ങണമെന്ന് യാതൊരു ഐഡിയ ഇല്ല അവർക്ക്, ഞാൻ വാങ്ങുമെന്ന് യാതൊരു ഐഡിയ ഇല്ല. അപ്പൊ ഇതിന് ഹെൽപ്പ് ചെയ്തത് അനന്തുമാണ് ഓർഡറൊക്കെ ചെയ്തതെന്ന്. താങ്ക്സ് അനന്തു. പിന്നെ എൻ്റെ ബ്രദർ, അവൻ്റെ കൂടെയും താങ്ക്സ്. ഞാൻ ആക്ച്വലി ഇത് പ്ലാൻ ചെയ്യണത് ഫുള്ള് റാപ്പ് ചെയ്യും. അത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. സ്കൈ ബ്ലൂ കളറാണ് അതിൻ്റെ ഒരു പുതിയൊരു കളറാണ് മാക് ബുക്കിന്റെ, സ്കൈ ബ്ലൂ കളർ. അതാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. ആ കളറാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് അടുത്ത നമ്മളെ ഐഡിയ എന്ന് പറയുന്നത്, എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്, ഇനി ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അതിലിപ്പോൾ അടുത്തുള്ള 2 ഫ്രണ്ട്സാണ്, രാജേഷ് ആൻഡ് ആര്യ. അവര് വരുമ്പോൾ അതിന് മുന്നേ അവരെ കൊണ്ട് ഇവിടുത്തെ അലമാരല്ലേ, ഈ ചെറിയ അലമാര, ഇത് ഞാൻ ഉപയോഗിക്കുന്ന അലമാരാണ്. ഇതിനകത്താണ് ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് കുറച്ച് ബലൂണൊക്കെ ഞാൻ സെറ്റ് ചെയ്യും. അവര് വരുമ്പോൾ അവരെ കയ്യിൽ കൊണ്ട് ഞാൻ നമ്മുടെ ഈ അലമാരയുടെ ചാവി കൊടുക്കും. ഓക്കെ, ഈ ചാവി എൻ്റെ ഫ്രണ്ട്സിന്റെ കൊടുക്കും. ഈ ചാവി കൊണ്ടുകൊടുത്തിട്ട് ഒരാൾ ആർക്കിടെക്റ്റാണ്, ഒരാൾ ദൂരദർശൻ വർക്കാണ്. അപ്പം എന്തായാലും രാജേഷ് ഇവിടെ അടുത്താണ്, ശാസ്ത്രമംഗലം. അപ്പൊ രാജേഷിന്റെ കൊണ്ട് ഞാൻ ഈ ചാവി കൊടുക്കും. ചാവി കൊടുത്തിട്ട് അശ്വിനെ ഞാൻ വിളിച്ച്, ഇപ്പോഴല്ല, ഓഫീസിൽ നിന്ന് പറഞ്ഞ ടൈമിൽ അശ്വിനി വരും. വീട്ടിൽ വരുന്ന ടൈമിൽ ഞാൻ പറയും, അലമാരൊരു ചാവി മിസ്സായി, എങ്ങനെ പോയെന്ന് പറഞ്ഞുണ്ടോ, ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അപ്പൊ ഇവിടെ കിടന്ന് ഭയങ്കര ചാട്ടായിരിക്കും, നോർമലി ഭയങ്കര ചാട്ടായിരിക്കും. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ആര്യ വിളിക്കും. അപ്പോൾ അവരുടെ ടൈമുണ്ട്, ആ ടൈമിൽ അവർ വന്നോളും കേക്കുമായിട്ട്. ഇതാണ് പ്ലാന്. എന്തെങ്കിലും പാകപ്പെടാൻ ഒരു പേടിയാണ്. പേടിയൊന്നും കാണില്ല, ഡണ്ണാണ്. മുട്ടാൻ കലപ്പായിരിക്കും. എന്തായാലും ഈ ചാവി കളഞ്ഞതിന്റെ സീൻ ഉണ്ടായിരിക്കും ഇവിടെ. അത് ഫുള്ളായിട്ട് ഇടാൻ പറ്റുമെന്ന് തോന്നല്ലേ എനിക്ക്. ഓക്കെ, കാണാം, വീഡിയോ ഫുള്ള് കാണാം കേട്ടോ, ഡോണ്ട് സ്കിപ്പ്. പിന്നെ കുറച്ച് റോസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ആ റോസ് വാങ്ങിയിട്ട് ആദ്യം അശ്വിനി വരുമ്പോൾ ഞാൻ കൊടുക്കും. എന്നിട്ട് പറയും, ഇത്രേ ഉള്ളൂ എൻ്റെ കയ്യിൽ, വേറെ കാശൊന്നുമില്ല, സോറി, ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ് അത് കൊടുക്കും. ഇതാണ് ഫസ്റ്റ്. കൊടുത്ത ശേഷം പിന്നെ വീട്ടിൽ വരും. നോർമലി ഞാൻ ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് ഒരു 8-8:30 ആകുമ്പോൾ അവർ വരും, എൻ്റെ ഫ്രണ്ട്സ് വരും. അപ്പോഴാണ് സർപ്രൈസ് പൊട്ടിക്കുന്നത്. ഓക്കെ, സ്റ്റേ ട്യൂൺ. ഓക്കെ, ഇതുകൊണ്ട് എന്തോന്നാണ് ഇതാണ് രാജേഷിന്റെ ഓഫീസ്, ആർക്കിടെക്ട് ഓഫീസ്. മിസ്റ്റർ രാജേഷ് ഇതാണ് നമ്മുടെ രാജേഷ് ആർക്കിടെക്ട്. കൈമാറിയാണ് സാധനം. ഇതില്ലേ, ഇത് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടോ, എൻവലപ്പിലെല്ലാം ഇട്ടിട്ട് അതിൻ്റെ അകത്ത് ഏരിയ സർപ്രൈസ് ഈസ്. അപ്പോൾ ഞാൻ രാജേഷിനെല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി രാജേഷിൻ്റെ ഇതിലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. എൻ്റെ കുറച്ച് റോസാപ്പൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്ത് വെച്ചിട്ട് അശ്വിനെ ഇറങ്ങുമ്പോൾ ഞാൻ ബെസ്റ്റ് ഓഫത്ത് കൊടുക്കും. അതാണ് പ്ലാൻ. എന്താ പൊതിച്ചോറെന്ന് പറയും, പൊതിച്ചോറൊന്നല്ല, ഞാൻ അവിടെ നിന്ന് വാങ്ങിയതാണ്. ഇതിനെ ഒരു ബൊക്കയായിട്ട് സെറ്റ് ചെയ്യണം. അതാണ് പ്ലാൻ. സെറ്റായി. കുറച്ചും കൂടെ ലെങ്ത് വേണമായിരുന്നു, ലെങ്ത് കിട്ടിയില്ല.
Happy birthday to you, my dear. Big surprise. Welcome. അതൊരു ഗിഫ്റ്റ് പേപ്പർ കവർ ചെയ്ത് സെറ്റ് ചെയ്യണം. അതായിരുന്നു മേടിക്കുക. ഇത് ലഞ്ച് ബാഗിൻ്റെ ഇടയിൽ സെറ്റ് ചെയ്തതാണ്. ഓക്കെ, സത്യം പറഞ്ഞാൽ സമയമില്ല ഗൈസ്. ബൈ, ഞാൻ വരാം. റെഡ് ആൻഡ് വൈറ്റ് ഒക്കെ മതിയാണ്. നൈസ്. ഓ, ക്യാമറ ഇങ്ങനെ സെറ്റ് ചെയ്തു. ഈ പേപ്പർ അവിടെ നിന്ന് വാങ്ങിയില്ലേ, അതിലിതാ ഞാൻ സെറ്റ് ചെയ്തു. ബോർഡൊന്നുമില്ലല്ലോ, നൈസല്ലേ. ഇത് ഞാൻ കൊടുക്കും. ഓക്കെ, അവള് ബസ് സ്റ്റോപ്പിൽ എന്താണ്ട് എത്താറായി. കാറില്ല, ബൈക്കിലാണ് പോണേ. ഞാൻ ഹെൽമെറ്റ് എടുക്കാൻ വന്നതാണ്. ഇത് ഫസ്റ്റ് സർപ്രൈസാണ്, റോസ് കൊടുക്കുന്നത്. നമ്മുടെ ബിഗ് സർപ്രൈസ്, 3 സർപ്രൈസ് ഉണ്ട്. സെക്കൻഡ് എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫും വരും. അവർ കേക്കും കൊണ്ടുവരും. അത് സെക്കൻഡ് സർപ്രൈസ്. തേർഡ് സർപ്രൈസാണ് അവർ ചാവി കൊടുക്കുന്നത്, നമ്മൾ അലമാര. ഓക്കെ, അപ്പോൾ സർപ്രൈസിൻ്റെ സർപ്രൈസ് നമ്പർ 1. ഓക്കെ അല്ലേ? ഞാൻ അത് ഓണാക്കി ഇതിൻ്റെ അകത്ത് വയ്ക്കും. കിട്ടുമില്ലെന്ന് പറഞ്ഞുണ്ട്. Happy birthday to you. Happy birthday. എങ്ങനെയുണ്ട്? സൂപ്പർ, താങ്ക് യു സോ മച്ച്. വെൽക്കം. ഇത്രേ ഉള്ളൂ ഓടുകാരി. ഇതാണ് നമ്മുടെ ആസിഫ്. ആസിഫ്, അജു, ഇന്നോട്ട് ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണേ. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. സർപ്രൈസ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. താങ്ക് യു. റോസ് മാത്രമേ ഉള്ളൂ, കുഴപ്പമില്ല. അടുത്ത വർഷം അടിപൊളിയാക്കാം അല്ലേ? പക്ഷേ ഇന്നൊരു കാര്യം സംഭവിച്ചു. വ്ളോഗ് സർപ്രൈസ് ഒന്നും ഇല്ല. നീ വിചാരിക്കും സർപ്രൈസ് അതല്ല. മറ്റേ എന്റെ ഇതൊന്നും ഇങ്ങനെ എന്റെ തന്നെ ഉടായ്പില്ല. എന്റെ അലമാരയുടെ ചാവി കളഞ്ഞു. നമ്മളെ ഞാൻ ഡ്രസ്സെല്ലാം അലക്കിയിട്ട് എന്റെ ഇതാണ് എടുത്തത്. അലമാര പൂട്ടി കിടക്കുന്നു. അതിന്റെ അകത്ത് കിടന്നത് എന്തോ അറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നു മറ്റേ ബോക്സ് ഇല്ലേ, മറ്റേ മെഴുകി വെച്ചിട്ട് വാങ്ങൂലേ, ഫ്രിഡ്ജിന്റെ അടിയിലൊന്നുമില്ല. ഇവിടെ ഫുള്ള് ഞാൻ തൂത്ത്, നീ കണ്ടില്ലേ? മറ്റേ മെഴുകി വെച്ചിട്ട് എന്താ ചാവി അടിക്കാൻ പറ്റുമല്ലോ, അങ്ങനെ വാങ്ങാൻ. എങ്ങനെയുണ്ട്? കുഞ്ഞമ്മേരോടും കൂടെ ഒന്ന് താങ്ക്സ് പറയും. താങ്ക് യു കുഞ്ഞമ്മ. നൈസ് ഫ്ലവേഴ്സ്. താങ്ക് യു. എടി എങ്ങനെ തുറക്കാന്ന്? സ്ലൈഡ് വെച്ച് ആൾക്കാർ തുറക്കുന്നത്. അത് കള്ളന്മാര് തുറക്കണ പോലെ നീ അതാണ് പറയാ. ഇത് കീറണ്ട്, ഇതിനകത്ത് വെക്കണം. ഇതേപോലെ എന്ന് ഫ്ലവർ ഇതിനകത്ത് വെക്കണം. ഡ്രസ് കഴിക്കണം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എവിടെ വയ്ക്കാൻ പോണേ?
ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. ഇത് അന്ന് അവൻ വന്നപ്പോ അവന്റെ കൈ തറയിലിടുന്നുണ്ടോ ഋഷിയിലെ മാമ ചേട്ടൻ. മറ്റേ ലോക്കൽ ചായ പോലത്തെ സാധനമാണെങ്കിൽ അല്ലേ പിന്നെ വെച്ചെങ്ങനെ പറ്റും. നീ എല്ലാം ഇപ്പൊ വർക്കൗട്ടിന് പോയാണ് ഗൈസ്, വർക്കൗട്ടിന് പോയാണ്. ബാക്കി തന്നെയാണ് യാത്ര. ഞാൻ രാജേഷിൻ്റെ അവിടെ എത്തി. കേക്ക് ഇപ്പുണ്ട്. രാജേഷിനെ നോക്കിയപ്പോൾ രാജേഷിൻ്റെ ഓഫീസ് പൂട്ടിയിട്ട് കഴിഞ്ഞ പരിപാടി ഫോൺ വിളിക്കാം. രാജേഷിനെയും രാജേഷിൻ്റെ വൈഫിനെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല. ചാവിയെല്ലാം കളഞ്ഞ എനിക്ക് തേഞ്ഞ്. അങ്ങനെ കാണാതെ പോയ ആൾക്കാരെ കിട്ടി. ഓക്കെ വീണ്ടും സർപ്രൈസ് ഗൈസ്. എന്തോടെ വീണ്ടും എന്നെ പൊട്ടിച്ചിട്ടിരിക്കുന്നു. രണ്ടാമത് നിനക്കൊരു സർപ്രൈസ്. അയ്യോ ഈ ഏട്ടൻ സമ്മതിക്കുന്നില്ല. മോള് വന്ന ആരോ ആണ്. താങ്ക് യു സോ മച്ച്. രണ്ടാമത്തെ സർപ്രൈസ് അല്ലേ അവര്? നിങ്ങളല്ലേ വന്ന്? താങ്ക് യു ഗൈസ് ഫോർ കമ്മിങ് അല്ലേ? ഏട്ടനറിയായിരുന്നോ? ഏട്ടൻ എന്നോട് പറഞ്ഞില്ല ചിലപ്പോ വരുമോ. ഓക്കെ 9. ഇതൊക്കെ മാറിയാ നിന്നെ ഞാൻ വിളിച്ചിട്ട് എന്ത് നീ എടുക്കാഞ്ഞത്? അപ്പോഴും എനിക്ക് ഓൾറെഡി വയ്യായിരിക്കും. അതല്ല നീ ഹോസ്പിറ്റലിൽ കിടക്കണോ ഞാൻ വിളിച്ചു. ആരെങ്കിലും എടുക്കോ ഹോസ്പിറ്റലിൽ കിടക്കുമോ? എന്ത് പാടേ എന്ത് ഇതിനാണ് ഞങ്ങളുടെ സ്റ്റാച്യൂല് പോയ. അപ്പൊ നിനക്ക് അറിയാമല്ലോ. ഞാൻ പറഞ്ഞു ദൈവത്തെ വാക്കൊണ്ടുവന്നു എനിക്ക്. എവിടെ എന്താ വായിക്കും? താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് ടൈം കേട്ടോ ഇങ്ങനെ സൂപ്പർ കേട്ടോ. ചെറിയ ഗിഫ്റ്റ് ചോക്ലേറ്റ് ഇത് തുറക്കാൻ ബോംബ് വരുമെന്നാ പറയുന്നു. ഒത്തിരി മൂക്ക് അത്രയൊന്നുമില്ല. എന്താ ഇത്ര ചെറിയ സാധനത്തിൽ എന്തായാലും അങ്ങനെ വരില്ലല്ലോ. എന്താണെന്ന് തുറക്കാൻ വീടാൻ നിനക്കുള്ള ഗിഫ്റ്റ് നമുക്ക് ആർക്കും തുറക്കാൻ പറ്റില്ല. എന്താണ് ഗൈസ്? എടുക്കാൻ പറ്റുന്നില്ല. പതുക്കെ എടുത്താ മതി. പ്രയാസപ്പെട്ട് അല്ലേ? എന്നാലേ ഒരു അതിനുള്ളല്ലോ. ശരി തരണ്ടേ? നീ തന്നെ എടുത്താ മതി. എവിടെ പോണേ? ഇരിക്കുന്ന കത്തിരിയ കത്തിരിയൊക്കെ വേണം. കട്ടയും ബാക്കിയും കൂടെ പോകും.
എന്താണ് ക്ഷമ ക്ഷമ പതുക്കെ. ഒന്നും കട്ടായില്ലല്ലോ. എന്താ അത്? ഏതിന്റെ ഏതിന്റെ ചാവി? ആരോ ഈ അതിന്റെ ചാവിയാ? ഓ ഔ എന്താ എന്താ സംഭവം എന്താണ്? ആ പോയി തുറന്നു നോക്കി. ആ തുറ തുറ. കണ്ട തുറക്ക്. അത് എന്ത് സംഭവം? ഇടി വരാനുള്ള സാധ്യതയുണ്ട്. പതിയെ പൊട്ടിക്കാനൊക്കെ ആവശ്യങ്ങളാണ്. തിരിച്ചെടുക്കുന്നല്ലേ നല്ല ഇങ്ങനെയല്ലേ നല്ലത്? ഇല്ല തിരിച്ച് വ്ളോഗല്ലേ. ഇത്രയൊക്കെ സർപ്രൈസ് ഉണ്ടാക്കാൻ ഇഷ്ടമായി. എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല ഇത്ര സർപ്രൈസ് ഒക്കെ തരുമെന്ന്. അവിടെ നല്ല രസമുണ്ട് അല്ലേ? സ്ലോലി സ്ലോലി. അത് കാണാനുള്ള ഇതുമല്ല അവള് കത്തി വെച്ച് കുത്തി ചെറിയ തീർന്ന്. ജീവനുള്ള വസ്തു എനിക്ക് ഇനി അടുത്ത് പതുക്കെ വേണം. വലിച്ചു കയറല്ല. പതുക്കെ വേണം എടുക്കാൻ കേട്ടാ. അത് ജീവിച്ചാടി പറയാൻ പറ്റില്ല. അതെ വളർത്താനുള്ള സാധനമാണ് അല്ലേ? പരുവത്തിന് വെച്ചേക്കുന്നതാണ്. വളർന്നെടുക്കാനുള്ള വിദേശ ഇതൊന്നും എടുക്കുമോ? ഇതെന്തോ വിദേശ ഇനം കാടുകളിൽ മാത്രം ഇതൊക്കെ എഴുതിയിരിക്കുന്നു. ഇതൊന്നും ഇതൊക്കെ അപ്പൊ നിനക്കറിയില്ല എന്താന്ന്? ഇല്ല. വിദേശ ഇനം കാടുകളിൽ വളരുന്ന ഒരു ജീവിയെ ദൈവമേ. കവറിനകത്താക്കി എന്താണ്? എൻസൈക്ലോപീഡിയകളാണ്. അയ്യോ പോലൊക്കെ Think different thing create. Think different. Steve Jobs. അല്ലെ കറങ്ങി വീഴൂ. Oh my God! Thank you so much, dear. Thank you, thank you. ഇത് തവണ സീൽ. ആദ്യ ശ്വാസം നേരെ വിടും. വെള്ളം വേണോ? ബീർ ഓടിയില്ല ഫസ്റ്റ് ടൈം. ഇത് ആക്ച്വലി നമ്മളെ ഡ്രീംസ് ആണ് കേട്ടോ. ഓക്കെ ഓക്കെ. നമ്മൾ വാഷ് ചെയ്യാം. എന്താ ഇതിനെന്താ ആ ഇത് നമ്മളിങ്ങനെ തിങ്ക് ചെയ്ത് വാങ്ങുന്ന സാധനം മാനിഫെസ്റ്റേഷൻ. മാനിഫെസ്റ്റേഷൻ. ഓക്കെ. ഇഎംഐ പണ്ടൊക്കെ വാങ്ങാതെ അങ്ങനെയല്ല. നമ്മളൊരു ടൈമിന് വാങ്ങുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. നമുക്ക് ആവശ്യം ദിനമന്യ ആവശ്യമില്ല. ഇപ്പൊ ആവശ്യമാണ് അതുകൊണ്ടാണ് വാങ്ങുന്നത്. അല്ലാതെ ചുമ്മാ ഷോ കാണിക്കാൻ വാങ്ങിയല്ല. ഓക്കെ സൂപ്പർ കളറാണ് കേട്ടോ. നോക്കിയോ കളർ എടുത്തോ. ഞാൻ നമ്മൾ തുറന്നിട്ടില്ല. എക്സൈറ്റ്മെന്റ്. അല്ലേ? സൂപ്പർ കളർ അല്ലേ? അല്ലേ? ഇത് തന്നെ ആപ്പിൾ. സൂപ്പർ. താങ്ക് യു, താങ്ക് യു. ഒരു മിനിറ്റ്. ഞാൻ ആദ്യമായിട്ട് സീരിയസ് ആയിട്ട് അമ്മ സത്യമായിട്ടും സൂപ്പർ. ഫസ്റ്റ് ടൈം. ഈ മനുഷ്യൻ എന്നിട്ടേ EMIക്ക് നമുക്ക് വാങ്ങിച്ചാന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയിട്ടേ. ഹലോ ഗായ്സ്, സ്റ്റീവ് ജോബ് നമ്മളത് വാങ്ങിയിരിക്കുന്നു. സൂപ്പർ. ഹലോ എന്നാ അപ്ഡേഷൻ ആണ്. പൊളിയല്ലേ? സൂപ്പർ. ഓപ്പൺ ആവുന്നതേ ഉള്ളൂ. അങ്ങനെ തന്നെയാണ് ആപ്പിൾ സ്ക്രീൻ വരും. എന്നിട്ട് നീ ഇങ്ങനെ എത്ര കഥകളൊക്കെ ഉണ്ടാക്കി പറഞ്ഞിട്ട് ഞാൻ ലോക കളനാണ്. കടയിൽ വിളിച്ചോ? ഹലോ. അത് അടുത്തോട്ട് പോകും. പ്രൊഡക്റ്റീവ് ആയിരിക്കണം ഓരോ ദിവസം. ഗൈസ് അല്ലേ? ഗൈസ് ഇതിന്റെ EMI ഇവിടെ അടയ്ക്കുന്നത്. ഹലോ ഗൈസ്, ഇവരോടാണ് സ്പെഷ്യൽ താങ്ക്സ്. യോ, യോ.
പാട്ടുകാരിയാണ്, പക്ഷെ ഈ ശ്വാസത്തിലൊന്നും പാടില്ല മോള്. രാശി വരയ്ക്കും, പക്ഷെ ഇവിടെ ഒന്നും വരയ്ക്കും. നമുക്ക് വേറെ ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, പക്ഷെ ഇവരും നമുക്ക് അതേപോലത്തെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് എല്ലാവരും. ഇവർ രണ്ടുപേരും നമ്മളെല്ലാ പരിപാടിക്കും ഉണ്ട് ഇവർ രണ്ടുപേരും. ബാക്കി ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. കുറച്ച് കാരണങ്ങൾ അവരെ ആരെയും അങ്ങനെ നമ്മളങ്ങനെ വലിയ ആൾക്കാരെ നമ്മൾ വിളിച്ചില്ല. നമ്മൾ അടുത്തുള്ള ബെസ്റ്റ് ഫ്രണ്ടിനായിട്ട് ഇവരെ വിളിച്ച് ഇവർ വന്ന് ഹെൽപ്പ് ചെയ്ത് താങ്ക്സ്. ഇനി കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട്. ബൈ ബൈ ആയില്ല, ഇനി കേക്ക് കട്ടിങ് പരിപാടിയൊക്കെ ഉണ്ട്. ഡയറി ഐപാഡ്. ഓക്കെ പറയാം. ഹാപ്പി ബർത്ത്ഡേ ഫോട്ടോഗ്രാഫർ ആദ്യം കൂടിയാണ് ആണേടേ. പോരാ വീട്ടിൽ മുടി നോക്കാനുണ്ട്. കമോ ശക്തിയായി എന്നിൽ കട്ടൊക്കെ ഉണ്ട്. ആരാ മോൾ? മോഹനന്റെ മോൾ. ഇത് ഓഫ് ചെയ്യട്ടെ. ഇല്ല ആക്ച്വലി വ്ലോഗാണ്. വ്ലോഗിൽ നിങ്ങളും വരും. നിങ്ങളെ നമ്മൾ ഞങ്ങള് ഇത് രാശി. ഇത് മറ്റേ രാശിയായിപ്പോ അല്ലേ? എന്റെ പേര് വരെ മറന്നു. ഇനി അവളെ കൊടുത്തോ. താങ്ക് യു ഫോർ കമ്മിങ്. ഇവര് പോവാണ്. ഗുഡ് നൈറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. സാൽവ ഡയറ്റ് വെള്ളയമ്പലം ആര്